നിങ്ങക്ക് തോന്നും കുറെ സായല്ല കാണാതെ എവിടെ പോയിന്ന് തോന്നും. ഞാൻ ഇന്നൊരു മരുന്ന് കാണിച്ചു തരാ അറിഞ്ഞിട്ട് ഞാൻ ഇന്ന് വന്നത്. ഇത് ഞങ്ങൾ ഈ നാട്ടില് പറയല് ഇന ജാതിന്ന്. ഇത് ജാതിയുടെ തിരി. ഈ ജാതി ചപ്പില ഞങ്ങൾ മൂടയിലും ചുടുമ്പോഴും എടുക്കും. പിന്നെ ഞങ്ങൾ ബൾബിൽ പണിയെടുക്കുന്നതല്ലേ, കാലിന് പുതു തിന്നുമ്പോ ഈന എണ്ണാക്കിയെല്ലാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പറിച്ചത്. ഇനിയിപ്പോ എണ്ണാക്കുന്നിടത്തേക്ക് ഞാൻ പോന്നു. മുറി കൂടിയിട്ട് 2 ഇലയും കൂട്ടിയാൽ നല്ലത്. ഇനി ഇത് തന്നെ മുറി കൂടി. ഇതിന് പാങ്ങില് വെള്ളത്തിൽ കൈയിട്ട് ഉണങ്ങോളം വെക്കണം. ചീൻചട്ടി തീമാക്കുന്നു. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി. ഇനി ഇലേനെ കുറേശ്ശെ ഇടണം ഇങ്ങനെ മുറിച്ചിട്ട്. അപ്പൊ കളറ് മാറിക്കൊണ്ടിരിക്കും. മുറി കൂടി ഇടുന്നത് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇത് കൈ പൊള്ളിയാലെല്ലാം ഇട്ടാലും നല്ല പാങ്ങാണ് വേഗം. ഞാൻ കാലിന് പുതുന്നതിന് മരുന്നാക്കുന്നത്. എന്റെ കാലം എപ്പോഴും പുതുന്നല്ല തന്നെ. ഇതാ നിറമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം എണ്ണ തെളിച്ചോണ്ട് അധികം വേകണ്ട. ഒരു വകാകുമ്പോ തന്നെ വാങ്ങി വെക്കാം. നിറം മങ്ങിയിട്ടാകുമ്പോ തന്നെ. ഇതിനി ഞാൻ വാങ്ങുന്നു. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പാകത്തിലായി ഇപ്പൊ. ഇനി പിണ്ടി വേണ്ട, എണ്ണ മാത്രമേ വേണ്ടൂ. ഇത്ര മരുന്ന് കിട്ടിയില്ല. ഇത് ടൈൽസിലെല്ലാം ഇട്ടെങ്കിൽ ഉരുണ്ടിപ്പോവും. അങ്ങനെ ഞാൻ രാത്രിയെ പറ്റിക്കൊടു. ഞാനിന്ന് പകല് പറ്റി വെക്കുന്നത്. എന്റെ കാല് പറ്റ പുതു വന്നിട്ടുണ്ട്. ഇത് ഒരാഴ്ചത്തേക്ക് മതിയാകും. ഇതൊക്കെ നല്ല കളറും വരും. ചോപ്പ് പൊള്ളിയെടുത്തും വെക്കാം. എന്റെ കാല് കൊല്ലത്തിൽ ഇതേപോലെ പുതു നിന്ന്. അങ്ങനെ ഞാൻ മരുന്നാക്കുന്നതുകൊണ്ട് ഇത്രയും കൂടി. ഇക്കെല്ലാം ആക്കിയിട്ടേ ഇല്ല. ഇത് ആദ്യമായിട്ടാക്കുന്നത്. ഇത് കുഞ്ഞില്ല വീട്ടില് കുപ്പിയിലെല്ലാം ആക്കി വെച്ചാൽ കുഞ്ഞൊക്കെ പൊള്ളുമ്പോഴും നമുക്ക് പൊള്ളുമ്പോഴും ഇത് നല്ല മരുന്ന്. ഞാൻ പിന്നെ പോലെ ഇടക്കിടക്ക് ആക്കുന്നതുകൊണ്ട് അത്രയും ആക്കീന്. നിങ്ങൾ ഇതുപോലെ മരുന്നാക്കിയിട്ട് കാല് പുതുന്നതിനെല്ലാം പറ്റണം. എന്നിട്ട് പാങ്ങുണ്ടെങ്കിൽ കമന്റിൽ കൂടി എന്നെ അറിയിക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം പുതിയ വിശേഷമായി കാണാം.